സുബാരു ടെലിസ്കോപ്പിലെ നിരീക്ഷണങ്ങൾ വ്യാഴത്തിന്റെ ട്രോജൻ ചിഹ്നഗ്രഹങ്ങളുടെ നിറവും വലുപ്പവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു. വ്യാഴത്തിന്റെ ട്രോജൻ ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഈ പുതിയ പഠനം ഈ നിഗൂഢ വസ്തുക്കളുടെ ഉത്ഭവത്തെയും പരിണാമത്തെയും മനസ്സിലാക്കാൻ ഒരു പ്രധാന സൂചന നൽകുന്നു. സുബാരു ടെലിസ്കോപ്പും അതിന്റെ ആദ്യ തലമുറ വൈഡ്ഫീൽഡ് ക്യാമറയായ സുപ്രീം കാം ഉപയോഗിച്ചാണ് ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. വലിയ ട്രോജൻ ചിഹ്നഗ്രഹങ്ങളുടെ ദ്വിമാന വർണ്ണവിതരണം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ പുതിയ പഠനം ചെറിയ ട്രോജൻ ചിഹ്നഗ്രഹങ്ങൾ തികച്ചും വ്യത്യസ്തമായ സ്വഭാവം കാണിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. എന്താണ് വ്യാഴത്തിന്റെ ട്രോജൻ ചിഹ്നഗ്രഹങ്ങൾ? വ്യാഴം സൂര്യനെ ചുറ്റുന്നതിനനുസരിച്ച് അതിന്റെ ഭ്രമണപഥത്തിൽ ചിഹ്നഗ്രഹങ്ങൾ കൂട്ടമായി കാണപ്പെടുന്ന സ്ഥിരമായ പ്രദേശങ്ങളുണ്ട്. ഈ ചിഹ്നഗ്രഹ കൂട്ടങ്ങളാണ് വ്യാഴത്തിന്റെ ട്രോജനുകൾ എന്നറിയപ്പെടുന്നത്. ഇവ ഗ്രഹത്തിനു മുന്നിലും പിന്നിലുമായി സ്ഥിരമായ ഭ്രമണപഥ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഈ ചിഹ്നഗ്രഹങ്ങൾ സൗരയൂഥത്തിന്റെ ആദ്യകാലത്തെ വിവരങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഇവ സൗരയൂഥത്തിന്റെ ഫോസിലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. മുൻ ഗവേഷണങ്ങൾ വലിയ ട്രോജൻ ചിഹ്നഗ്രഹങ്ങളെ അവയുടെ പ്രതിഫലന ഗുണങ്ങൾ അടിസ്ഥാനമാക്കി രണ്ട് തരങ്ങളായി തിരിക്കാമെന്ന് കാണിച്ചിട്ടുണ്ട്. ഇവ ചുവന്ന ഡി ടൈപ്പ്, ചുവപ്പ് കുറഞ്ഞ പി ടൈപ്പ്, സി ടൈപ്പ് എന്നിവയാണ്. ഒരു ചിഹ്നഗ്രഹത്തിന്റെ നിറം അതിന്റെ ഘടനയെയും സൂര്യനിൽ നിന്നുള്ള രൂപീകരണ ദൂരത്തെയും പ്രതിഫലിക്കുന്നു. സൗരയൂഥത്തിന്റെ ആദ്യകാലത്തെ താപനില വ്യതിയാനങ്ങൾ വസ്തുക്കളുടെ സാന്ദ്രീകരണത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ രണ്ട് ചിഹ്നഗ്രഹ സമൂഹങ്ങളുടെയും ഉത്ഭവം നന്നായി മനസ്സിലാക്കാൻ ഗവേഷക സംഘം ചെറിയ വ്യാഴ ട്രോജൻ ചിഹ്നഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ പുതിയ പഠനം കാണിക്കുന്നത് ചെറിയ വ്യാഴ ട്രോജനുകൾ വലിയവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വർണ്ണസ്വഭാവമാണ് കാണിക്കുന്നത് എന്നാണ്. ചെറിയ ചിഹ്നഗ്രഹങ്ങൾ വലിയ മാതൃകായങ്ങൾ തകർന്നതിലൂടെ ഉണ്ടായ ശകലങ്ങളാകാനാണ് സാധ്യത. ഇവ മാതൃകായങ്ങളുടെ ആന്തരിക വിവരങ്ങൾ നിലനിർത്താൻ സാധ്യതയുണ്ട്. ചിഹ്നഗ്രഹങ്ങളുടെ നിറം സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ മൾട്ടികളർ ഫോട്ടോമെട്രി ഉപയോഗിച്ച് അളക്കാൻ കഴിയും. ചെറിയ ട്രോജനുകൾ സ്പെക്ട്രോസ്കോപ്പിക്ക് വളരെ മങ്ങിയവയാണ്. ഈ പരിമിതി മറികടക്കാൻ ടീം സുബാരു ടെലിസ്കോപ്പിന്റെ ആദ്യ തലമുറ വൈഡ്ഫീൽഡ് ക്യാമറയായ സുപ്രീം കാം ഉപയോഗിച്ച് മൾട്ടികളർ ഫോട്ടോമെട്രി നിരീക്ഷണങ്ങൾ നടത്തി. വിശാലമായ ആകാശപ്രദേശത്ത് ദ്രുതഗതിയിലുള്ള മൾട്ടികളർ നിരീക്ഷണങ്ങൾ ആവശ്യമുള്ള ഈ പഠനത്തിന് സുപ്രീം കാം അത്യന്താപേക്ഷിതമായിരുന്നു. ചിഹ്നഗ്രഹങ്ങളുടെ ഭ്രമണത്തിനിടയിൽ വേഗത്തിൽ അളവുകൾ എടുക്കാൻ ഇത് സഹായിച്ചു. ഈ ഗവേഷണഫലങ്ങൾ ദി ആസ്ട്രോണമിക്കൽ ജേണലിൽ കളർ ആൻഡ് സൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് സ്മോൾ ജൂപ്പിറ്റർ ട്രോജൻസ് എന്ന പ്രബന്ധമായി പ്രസിദ്ധീകരിച്ചു. ചെറിയ ട്രോജൻ ചിഹ്നഗ്രഹങ്ങൾ വലിയവരിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്നുവെന്ന കണ്ടെത്തൽ ഈ വസ്തുക്കളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റുന്നു. ഈ കണ്ടെത്തൽ വ്യാഴത്തിന്റെ ട്രോജൻ ചിഹ്നഗ്രഹങ്ങളുടെ ഉത്ഭവത്തെയും പരിണാമത്തെയും മനസ്സിലാക്കാൻ ഒരു പ്രധാന സൂചന നൽകുന്നു. ജ്യോതിശാസ്ത്രത്തിലെ ഈ പുതിയ കണ്ടെത്തലുകൾ സൗരയൂഥത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക.